നമസ്കാരം. ദിവസത്തെ പ്രധാന വാർത്തകൾ പരിശോധിക്കുന്ന സ്റ്റേറ്റ് ഓഫ് ന്യൂസിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പ് പടിവാതിലിലെത്തി നിൽക്കെ രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാന ബജറ്റ് വ്യാഴാഴ്ച അവതരിപ്പിക്കും. തൻ്റെ 6ാമത്തെ ബജറ്റാണ് മന്ത്രി കെ എൻ ബാലഗോപാൽ വ്യാഴാഴ്ച രാവിലെ 9-ന് നിയമസഭയിൽ അവതരിപ്പിക്കുക. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ബജറ്റായതിനാൽ ജനങ്ങളുടെ കയ്യടി ലഭിച്ചേക്കാവുന്ന പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കാം. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും സാമൂഹ്യ സുരക്ഷാ മേഖലകൾക്കും ഗുണകരമാകുന്ന പ്രഖ്യാപനങ്ങൾ ബജറ്റിലുണ്ടാകുമെന്ന് നേരത്തെ തന്നെ മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ മേഖലകളിൽ നല്ല തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നും എന്നാൽ ഇത് ലഭ്യമായ വിഭവങ്ങളെ ആശ്രയിച്ചിരിക്കുമെന്നുമായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. 2021 LDFിൻ്റെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ വാഗ്ദാനം ചെയ്തിരുന്ന 2500 രൂപയായി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വർദ്ധിപ്പിച്ചേക്കാം. വയോജനങ്ങൾക്കായി പ്രത്യേക പദ്ധതികളും ബജറ്റിൽ പ്രതീക്ഷയാണ്. മറ്റു പെൻഷനുകളും വർദ്ധിപ്പിക്കുമെന്നാണ് പ്രതീക്ഷ. ശമ്പള പരിഷ്കരണ പ്രഖ്യാപനം, പുതിയ പെൻഷൻ പദ്ധതി തുടങ്ങിയവയാണ് ബജറ്റിൽ പ്രതീക്ഷിക്കുന്ന വൻപൻ പ്രഖ്യാപനങ്ങൾ. ദുരന്തങ്ങളെ നേരിടാനുള്ള കാറ്റസ്ട്രോഫി ബോണ്ടുകൾ, പ്രതിരോധ ഗവേഷണ വികസന ഇടനാഴി, തീരദേശ സംരക്ഷണത്തിനായുള്ള ജിയോ ട്യൂബുകൾ, എയിംസ് ഫണ്ട്, ശബരിമല റെയിൽവേ പദ്ധതിയുടെ വേഗത കൂട്ടൽ, കാർഷിക വിളകൾക്കും ഗൾഫിൽ നിന്നെത്തുന്നവർക്കും സഹായം എന്നിവയും പ്രതീക്ഷിക്കുന്നുണ്ട്. ഭവന നിർമ്മാണം, പരിസ്ഥിതി സൗഹൃദ ടൂറിസം പ്രോത്സാഹിപ്പിക്കൽ, യുവജന സംരംഭകത്വ പരിപാടികൾ, നിക്ഷേപകരെ ആകർഷിക്കാനുള്ള പദ്ധതികൾ എന്നിവയ്ക്ക് ബജറ്റിൽ മുൻഗണന ലഭിച്ചേക്കും. കഴിഞ്ഞ 5 വർഷത്തിനിടെ കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾ കാരണം സാമ്പത്തിക ഞെരുക്കം നേരിട്ടെങ്കിലും സാമൂഹിക ക്ഷേമ രംഗത്ത് മികച്ച നേട്ടങ്ങൾ കൈവരിച്ചുവെന്നാണ് സർക്കാർ അവകാശപ്പെടുന്നത്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 2000 രൂപയായി ഉയർത്തിയതും സ്ത്രീ സുരക്ഷാ പെൻഷനും കണക്ട് വർക്ക് പദ്ധതിയും അടക്കം സർക്കാർ ഇതിന് ഉദാഹരണങ്ങളായി ചൂണ്ടിക്കാണിക്കുന്നു. തുടർച്ചയായി 3ാം ഭരണം ലക്ഷ്യമിട്ട് അടുത്ത മുഴുവൻ സാമ്പത്തിക വർഷത്തേക്കുള്ള സമ്പൂർണ്ണ ബജറ്റാണ് സർക്കാർ അവതരിപ്പിക്കുന്നത്. പിണറായി സർക്കാരിൻ്റെ കഴിഞ്ഞ 10 വർഷത്തെ നേട്ടങ്ങൾ അക്കമിട്ട് നിരത്തുന്നതാവും ബജറ്റ് എന്നുകൂടി കരുതേണ്ടതുണ്ട്. ബജറ്റിന് പിന്നാലെ സർക്കാരിൻ്റെ നേട്ടങ്ങളും പ്രഖ്യാപനങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കാൻ വലിയ പ്രചാരണ പരിപാടിക്കും സർക്കാർ പദ്ധതിയിടുന്നുണ്ട്. കേന്ദ്ര ബജറ്റിന് മുൻപ് സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കുന്നത് കൊണ്ട് തന്നെ കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ഗ്രാൻറ്റ്, മറ്റ് കേന്ദ്ര വിഹിതങ്ങൾ, കേന്ദ്ര സ്കീമുകൾ തുടങ്ങിയവയൊക്കെ വിഹിതം സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തുന്നതിൽ അനിശ്ചിതത്വമുണ്ട്. ഫെബ്രുവരി 1 കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച ശേഷം ഈ കണക്കുകൾ സംസ്ഥാന ബജറ്റിൽ പുതുക്കേണ്ടി വന്നേക്കുമെന്ന സാഹചര്യം കൂടെയുണ്ട്. ഇനി ഇന്നത്തെ ദേശീയ വാർത്ത പരിശോധിക്കാം. മഹാരാഷ്ട്രയെ നടുക്കിയ വിമാന അപകടത്തിൽ ഉപമുഖ്യമന്ത്രി അജിത് പവാർ ഉൾപ്പെടെ 5 പേർ അന്തരിച്ചു. അപ്രതീക്ഷിതമായ വാർത്തയുടെ നടുക്കത്തിലാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടിയായ NCP. മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിലെ അതികായനായ ചെറിയച്ഛൻ ശരത് പവാറിനെ വെല്ലുവിളിച്ച് NCP തന്നെ പിടിച്ചെടുത്ത അജിത് പവാറിൻ്റെ മരണം ആ പാർട്ടിയുടെ ഭാവിയെ അനിശ്ചിതത്വത്തിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. എക്കാലത്തും അധികാരത്തെ ചേർത്ത് പിടിക്കുന്നതായിരുന്നു അജിത് പവാറിൻ്റെ രാഷ്ട്രീയം. വ്യത്യസ്ത രാഷ്ട്രീയ സമവാക്യങ്ങളിൽ അത് നിലനിന്നു. പൃഥ്വിരാജ് ചവാൻ, ഉദ്ധവ് താക്കറെ, ഏകനാഥ് ഷിൻഡെ, ദേവേന്ദ്ര ഫട്നവിസ് എന്നിവരുടെ മന്ത്രിസഭകളിൽ 6 തവണ അജിത് പവാർ ഉപമുഖ്യമന്ത്രിയായി. BJPയും ഏകനാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള ശിവസേനയും NCPയും ചേർന്ന സഖ്യമായ മഹായുതിയുടെ സർക്കാരാണ് നിലവിൽ സംസ്ഥാനം ഭരിക്കുന്നത്. സഖ്യത്തിലെ 41 MLAമാരുള്ള NCPയിൽ ഉണ്ടാകുന്ന ഏത് പ്രതിസന്ധിയും സർക്കാരിനെയും ബാധിക്കും. ശരത് പവാറിനെ വെല്ലുവിളിച്ച് 2023 അജിത് NCP പാളയത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ യഥാർത്ഥ NCP തങ്ങളാണെന്നും പാർട്ടി ചിഹ്നം തങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്നും അജിത്തും കൂട്ടരും സ്ഥാപിച്ചു. കലഹത്തിൻ്റെ 2 വർഷങ്ങൾക്കിപ്പുറം NCP വിഭാഗങ്ങൾക്കിടയിൽ ഐക്യം ഉടലെടുക്കുന്നുവെന്ന വാർത്തകൾക്കിടെയാണ് അജിത് പവാറിൻ്റെ അപ്രതീക്ഷിതമായ വിടവാങ്ങൽ. മഹാരാഷ്ട്ര മുനിസിപ്പൽ തെരഞ്ഞെടുപ്പുകളിൽ ഇക്കുറി പലയിടത്തും ശരത് പവാറിൻ്റെയും അജിത് പവാറിൻ്റെയും NCPകൾ കൈകോർത്തിരുന്നു. പിംപ്രി ചിന്ദ്വാദിലും പൂനെയിലും ഇരുവരും ഒന്നിച്ചാണ് ജനവിധി തേടിയത്. ഇത് ഇവിടെ മാത്രമെന്ന് അജിത് പവാറും പാർട്ടി നേതൃത്വവും ആവർത്തിക്കുമ്പോഴും ലയന നീക്കം സംബന്ധിച്ച് മറാത്ത മാധ്യമങ്ങളിൽ തുടർച്ചയായി വാർത്തകൾ വന്നുകൊണ്ടിരുന്നു. അജിത്തിൻ്റെ മരണവാർത്ത എത്തുന്നതിന് തൊട്ടു പിന്നാലെ പോലും ഇരു പാർട്ടികളിലെയും MLAമാരെ ഉദ്ധരിച്ച് ഇത്തരം വാർത്തകൾ കാണാം. അജിത് പവാറിൻ്റെ അഭാവത്തിൽ NCPകളുടെ ലയനം യാഥാർത്ഥ്യമാകുമോ? അജിത് പവാറിൻ്റെ NCPയുടെ നിലപാട് എന്താവും എന്നിങ്ങനെ നിരവധി ചോദ്യങ്ങളാണ് മുഴങ്ങിക്കേൾക്കുന്നത്. NCP ശരത് പവാർ വിഭാഗത്തിൻ്റെ 2 മുഖങ്ങൾ ശരത് പവാറും സുപ്രിയ സുലെയുമാണ്. മറിച്ച് അജിത്തിൻ്റെ മരണത്തോടെ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് നേതൃത്വം ഇല്ലാതായ സ്ഥിതിയും. രാജ്യസഭാ കാലാവധി അവസാനിച്ചതിന് ശേഷം വിരമിക്കാനുള്ള തീരുമാനം ശരത് പവാർ നേരത്തെ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. ലയനം യാഥാർത്ഥ്യമായിരുന്നുവെങ്കിൽ സുപ്രിയ സുലെ ഡൽഹിയിൽ NCPയുടെ മുഖമാവുമ്പോൾ സംസ്ഥാന രാഷ്ട്രീയത്തിലെ NCPയുടെ മുഖമായി അജിത് പവാർ മാറുമായിരുന്നു. അജിത്തിൻ്റെ അനന്തരവനും MLAയുമായ രോഹിത് പവാറിന് ഇതുവരെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ തിളങ്ങാനായിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യ സുന്ദേര പവാർ രാജ്യസഭാ MPയും ബരാമതി ടെക്സ്റ്റൈൽ കമ്പനിയുടെ ചെയർപേഴ്സണും എൻവയോൺമെൻറ്റൽ ഫോറം ഓഫ് ഇന്ത്യയുടെ CEO തുടരുകയാണ്. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായ കാലഘട്ടത്തിലാണ് അജിത് പവാറിൻ്റെ വിടവാങ്ങൽ.
ആശയത്തിനപ്പുറം അധികാരത്തിന് നിർണായക സ്വാധീനമുള്ളതാണ് മഹാരാഷ്ട്രയുടെ രാഷ്ട്രീയം. സംസ്ഥാനത്ത് അജിത് പവാറിന് പകരം ആരെന്ന് ചർച്ചകൾ തുടങ്ങുന്നതോടെ മറ്റൊരു കലഹത്തിന് കൂടി വഴിയൊരുങ്ങുമോ എന്ന ആശങ്കയും ബാക്കിയാവുകയാണ്. ഇനി ഇന്നത്തെ അന്താരാഷ്ട്ര വാർത്ത പരിശോധിക്കാം. US-ൽ അനധികൃത കുടിയേറ്റക്കാരെ തെരഞ്ഞിറങ്ങുന്ന ഫെഡറൽ ഉദ്യോഗസ്ഥരുടെ നടപടികളിൽ പ്രതിഷേധം രൂക്ഷമാവുന്നതിനിടെ നിലപാട് മയപ്പെടുത്തുകയാണ് ട്രംപ് ഭരണകൂടം. പരിശോധനയ്ക്കിടെ ആളുകൾ കൊല്ലപ്പെട്ട സംഭവങ്ങൾ പരിശോധിക്കുമെന്നും സാഹചര്യങ്ങൾ വിലയിരുത്തുമെന്നും ട്രംപ് ബുധനാഴ്ച വ്യക്തമാക്കുന്നു. ട്രംപ് ഭരണകൂടം കുടിയേറ്റ വിരുദ്ധ നയം കർശനമാക്കിയതിന് പിന്നാലെ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നടക്കുന്ന നരവേട്ടയ്ക്കെതിരെ പ്രതിഷേധം രൂക്ഷമാകുന്നതിനിടെയാണ് നിലപാടിലെ മാറ്റം. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഹോംലാൻഡ് സെക്യൂരിറ്റി വകുപ്പ് നടത്തുന്ന കുടിയേറ്റ നിരോധന നടപടികളുടെ ഭാഗമായി മിനിയാപോളിസിൽ ഫെഡറൽ ഉദ്യോഗസ്ഥർ അമേരിക്കൻ പൗരനായ അലക്സ് ജെഫ്രി പ്രറ്റിയെ വെടിവെച്ച് കൊന്ന വാർത്ത മിനിസോട്ട ഗവർണർ ടിം വാൾസാണ് പുറത്തുവിട്ടത്. സംഭവം ഭയാനകമാണെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. ഇതിന് പിന്നാലെ വൈറ്റ് ഹൗസുമായി ബന്ധപ്പെട്ട് നടപടികൾ നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ടിം വാൾസ് വ്യക്തമാക്കിയിരുന്നു. പ്രതിഷേധങ്ങൾക്കിടയിലും കൂസലില്ലാതെ നടപടികളുമായി ഏജൻസികൾ മുന്നോട്ട് പോകുന്നതാണ് കണ്ടത്. വാഹന പരിശോധനയ്ക്കിടെ തോക്കുമായി ഇറങ്ങിയ ആളെ നിരായുധനാക്കാനാണ് വെടിവെച്ചതെന്നാണ് ഔദ്യോഗിക വിശദീകരണം. ജനുവരി 7-ന് മിനിസോട്ടയിൽ 37 വയസ്സുകാരിയായ റെനി നിക്കോൾ ഗുഡ് എന്ന 3 കുട്ടികളുടെ അമ്മയെ US ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെൻറ്റ് ഐസ് എന്ന് അറിയപ്പെടുന്ന വിഭാഗം ഉദ്യോഗസ്ഥർ വെടിവെച്ച് കൊന്നതിന് പിന്നാലെയാണ് ട്രംപ് സർക്കാരിൻ്റെ നയത്തിനെതിരെ സംഘടിത പ്രതിഷേധം US-ൽ ഉടലെടുത്തത്. ശനിയാഴ്ച മിനിയാപോളിസിൽ രണ്ടാമതൊരാൾ കൂടി കൊല്ലപ്പെട്ട വാർത്ത പ്രതിഷേധങ്ങൾക്ക് ആക്കം കൂട്ടിയിരിക്കുകയാണ്. കടുത്ത തണുപ്പിലും സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് വെള്ളിയാഴ്ച ആയിരങ്ങളാണ് തെരുവിലിറങ്ങിയത്. സായുധരായ ഉദ്യോഗസ്ഥരെ ഉടൻ പിൻവലിക്കണമെന്നാണ് പ്രതിഷേധക്കാർ പ്രധാനമായും ആവശ്യപ്പെടുന്നത്. റെനെ നിക്കോൾ ഗുഡ് കൊല്ലപ്പെട്ടതിനെ തുടർന്ന് മിനിയാപോളിസിൽ പ്രതിഷേധം നടക്കുന്നുണ്ട്. അതിനിടയിലാണ് രണ്ടാമത്തെ വെടിവെപ്പ് ഉണ്ടാകുന്നത്. കഴിഞ്ഞ ആഴ്ച നഗരത്തിലുണ്ടായ മറ്റൊരു സംഭവത്തിൽ ഫെഡറൽ ഏജന്റുമാർ ഒരു വെനസ്വേലൻ സ്വദേശിയെ വെടിവെച്ചിരുന്നു. കടുത്ത പ്രതിഷേധമുയരുന്നതിനിടെ നടപടികൾ അല്പം മയപ്പെടുത്തുമെന്നാണ് ട്രംപിൻ്റെ ബുധനാഴ്ചത്തെ പ്രതികരണം. അതായത് നടപടികളിലോ നയങ്ങളിലോ പിന്നോട്ട് പോക്കില്ല. തൽക്കാലം പ്രതിഷേധം അടങ്ങുന്നത് വരെ ഉള്ള ഒരു അടവ് നയം മാത്രമാണ് ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തം.